ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2025 ഫെബ്രുവരി 11 ചൊവ്വാഴ്ച തൈപ്പൂയമാണ്. പൂയം നക്ഷത്രം തുടങ്ങുന്നത് 2025 ഫെബ്രുവരി 10 സന്ധ്യയ്ക്ക് 6:01 മുതൽ 2025 ഫെബ്രുവരി 11 സന്ധ്യയ്ക്ക് 6:34 വരെയാണ്. തൈപ്പൂയം എന്തിനാണ് ആഘോഷിക്കുന്നത്? വേലായുധ സ്വാമി പ്രീതിക്കായിട്ടാണ് തൈപ്പൂയം ആഘോഷിക്കുന്നത്. തൈമാസത്തിലെ പൂയം നക്ഷത്രമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. തൈമാസത്തിലെ പൂയം നക്ഷത്ര ദിവസമാണ് ഭഗവാൻ വേലായുധ സ്വാമിക്ക് തരകാസുരനെയും ശൂരപത്മാസുരനെയും ഒക്കെ വധിക്കുന്നതിനായിട്ട് അമ്മയായ ശ്രീ പാർവതീദേവി വേൽ എന്ന ദിവ്യായുധം നൽകി അനുഗ്രഹിച്ചത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ തിന്മയ്ക്കുമേൽ നന്മയ്ക്കുണ്ടായ വിജയത്തെയാണ് ഈ ദിവസം സൂചിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് വേലായുധ സ്വാമി ഭക്തർ നമ്മിൽ കുടികൊണ്ടിരിക്കുന്ന എല്ലാവിധത്തിലുള്ള ആസുരശക്തികളും നശിച്ചു പോകുന്നതിനും നമ്മിൽ വന്നു ചേർന്നിരിക്കുന്ന സകലവിധ ദോഷങ്ങളും ഇല്ലാതാക്കി തീർക്കുന്നതിനും വേണ്ടി അന്നേ ദിവസം വേലായുധ സ്വാമിയെ വ്രതമെടുത്ത് പ്രാർത്ഥിക്കും. അതുപോലെ ഭക്തർ കാവടി എടുക്കാറുമുണ്ട്. പലതരത്തിലുള്ള കാവടികളുണ്ട്. ഭഗവാൻ വേലായുധ സ്വാമിക്ക് വേൽ എന്ന ആയുധം അന്നേ ദിവസം ഭക്തർ കാണിക്കയായി സമർപ്പിക്കാറുണ്ട്. തലമുട്ടയടിക്കാറുണ്ട് അന്നേ ദിവസം. വേലായുധ സ്വാമി ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ വളരെ വിശേഷമാണ് തൈമാസത്തിലെ പൂയം നക്ഷത്രം. വ്രതമെടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് തിരുവാതിര നക്ഷത്ര വ്രതം പോലെ തന്നെ തൈപ്പൂയവും പൂയം നക്ഷത്ര വ്രതമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴാണോ പൂയം നക്ഷത്രം തുടങ്ങുന്നത് അപ്പോൾ മുതൽ ഒരു ഭക്തൻ വ്രതത്തിലിരിക്കണം. ഇവിടെ ഫെബ്രുവരി 10 സന്ധ്യയ്ക്ക് 6:01 മുതലാണ് പൂയം നക്ഷത്രം തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ 6 മണി മുതൽ തന്നെ എല്ലാവരും വ്രതമെടുക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാവരും തന്നെ വ്രതത്തിലായിരിക്കണം. വ്രതം അവസാനിപ്പിക്കേണ്ടത് പിറ്റേ ദിവസം, അതായത് ഫെബ്രുവരി 11 6:34 ശേഷമാണ്. നിങ്ങൾ എങ്ങനെയാണോ വ്രതമെടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ വ്രതനിഷ്ഠയിൽ 6:01 മുതൽ ഫെബ്രുവരി 10 6:01 മുതൽ ഇരിക്കുക. അതായത് തലേ ദിവസമേ വ്രതം തുടങ്ങി എന്നർത്ഥം. ഫെബ്രുവരി 10 ഒരിക്കലുണ്ണാം. ഒരു നേരം അരിഭക്ഷണം കഴിക്കാം. അത് ഉച്ചയ്ക്ക് കഴിക്കണം. ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ നിങ്ങൾ അതിനകത്ത് ചുവന്നുള്ളി, വെളുത്തുള്ളി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ഉണ്ടാക്കുന്ന കൂട്ടാനകത്ത് ചേർക്കാൻ പാടില്ല. അതായത് ചോറിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ കഴിക്കുന്ന കൂട്ടാനകത്ത് ചേർക്കാൻ പാടില്ല. മുളക് ചേർത്ത് കഴിക്കാം. ചമ്മന്തി അരച്ച് കഴിക്കാം. ചമ്മന്തി അരയ്ക്കുമ്പോൾ അതിൽ ചുവന്നുള്ളി ഒന്നും ചേർക്കരുത്. ഇഞ്ചി ചേർക്കാം. അതുപോലെ നാരങ്ങാ നീര് ഒഴിക്കണം. വാളംപുളി നിഷിദ്ധമാണ് എന്നാണ് പറയുന്നത്. അതുപോലെ ഏത്തപ്പഴം ചിലർ പറയും ഏത്തപ്പഴം കഴിച്ചുകൂടാന്ന് പറയും. അതിന് കാരണമെന്ന് പറയുന്നത് ഏത്തപ്പഴം ഒരു ഫുൾ മീലായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ പ്രായമായവർ, കണ്ടമാനം മരുന്ന് കഴിക്കുന്നവർ, ഗർഭിണികൾ, കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്നവർ അവരൊക്കെ കഴിച്ചോളൂ പുഴുങ്ങി 1-2 ഏത്തപ്പഴമൊക്കെ. കാരണം വ്രതമെടുത്ത് ഏറ്റവും അവസാനം ഹോസ്പിറ്റലിലാകാനുള്ള അവസ്ഥ ഉണ്ടാകരുത്. അതുകൊണ്ടാണ് ഏത്തപ്പഴം കഴിച്ചുകൂടാ എന്ന് പറയുന്നത്. കാരണം അതൊരു കട്ടിയുള്ള ഒരു ഫ്രൂട്ടാണ്. ഒരു ഏത്തപ്പഴമൊക്കെ പുഴുങ്ങി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം അത് മതി. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കാരണം ഒരുപാട് ആഹാരം കഴിച്ച് മറ്റു ദിവസങ്ങളെ പോലെ എല്ലാ ദിവസവും വ്രതം അതുപോലെ തന്നെ എടുക്കുകയാണെങ്കിൽ വ്രതത്തിൽ പ്രത്യേകതയില്ലല്ലോ. എല്ലാ ദിവസവും നമ്മൾ വയറ് നിറച്ച് ആഹാരം കഴിക്കുന്നു, നമുക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കുന്നു. അതേപോലെ ഒരു ദിവസം അല്ലല്ലോ. എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെയുള്ള, അതായത് ഒരു നേരം നമുക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും നമ്മൾ അത് ഉൾക്കൊള്ളാൻ നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ തയ്യാറാക്കിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വ്രതമൊക്കെ നമ്മൾ എടുക്കുന്നത്. അതായത് ഒരു ത്യാഗശീലമാണ് ഈ വ്രതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ശരീരം കൊണ്ടും നമ്മൾ ത്യജിക്കണം. വിശപ്പൊക്കെ നമ്മൾ പിടിച്ചു നിർത്താനുള്ള ഒരു കപ്പാസിറ്റി നമുക്കൊക്കെ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് പറ്റുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതല്ലാതെ നമ്മൾ പട്ടിണി കിടന്നതുകൊണ്ടോ നമ്മൾ ഏത്തപ്പഴം കഴിച്ചത് കൊണ്ടോ ഭഗവാൻ എന്ത് സംഭവിക്കാനാണ്? നമ്മൾ പ്രാർത്ഥിക്കുന്നത് തന്നെ എന്തിനാണ്? ഭഗവാനെ അന്നം മുട്ടിക്കരുത് എന്നാണ്. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുക. നമ്മളെപ്പോഴും വിശ്വാസികളായിരിക്കണം, അന്ധവിശ്വാസികളാകരുത്. അതുപോലെ ഉഴുന്ന് പലഹാരം പാടില്ല എന്ന് പറയുന്നുണ്ട്. ഉഴുന്ന് അല്ലെങ്കിൽ തന്നെ നമ്മുടെ ശരീരത്തിന് ദോഷമാണ്. വാദം വർദ്ധിപ്പിക്കുന്നതിന് ഉഴുന്നിന്
പ്രത്യേകമായൊരു പങ്കുണ്ടെന്നാണ് ആയുർവേദ ഡോക്ടർമാരൊക്കെ പറയുന്നത്. എന്നോട് പറഞ്ഞു തന്ന വിവരമാണ്. അതുകൊണ്ട് തന്നെ ഉഴുന്ന് പലഹാരം വ്രത ദിവസങ്ങളിൽ ഒഴിവാക്കുക. അതല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഉഴുന്നിൻ്റെ അളവ് കുറയ്ക്കുക, പ്രത്യേകിച്ച് വാദമുള്ള ആളുകൾ. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. പിറ്റേ ദിവസം ഫെബ്രുവരി 11-ാം തീയതി 6:34 ശേഷം, അതായത് പൂയം നക്ഷത്രം അവസാനിച്ചതിന് ശേഷം ഭഗവാനെ നമസ്കരിച്ച് ദക്ഷിണയൊക്കെ സമർപ്പിച്ച് തീർത്ഥം സേവിച്ച് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം. അതിന് സാധിക്കുന്നില്ലെങ്കിൽ പിറ്റേ ദിവസമായാലും മതി. വ്രത ദിവസം നമുക്ക് വേണമെങ്കിൽ ക്ഷേത്രത്തിൽ നിന്നും കിട്ടുന്ന ചോറ് നമുക്ക് ഒരു നേരം ഭക്ഷിക്കാം. ബാക്കി 2 സമയവും നമുക്ക് പഴങ്ങൾ കഴിച്ചിരിക്കാം. അതല്ല പൂർണ്ണമായ ഉപവാസമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം. പാലും പഴങ്ങളും കഴിച്ചിരിക്കാം, ജലം മാത്രം കുടിച്ചിരിക്കാം. നമ്മുടെ ഇഷ്ടം. എങ്ങനെയാണോ നമ്മുടെ ആരോഗ്യസ്ഥിതി അനുവദിക്കുന്നത് അതനുസരിച്ചിട്ട് ചെയ്യുക. അതുപോലെ പരമാവധി സമയം നാമം ജപിക്കുക. ഭഗവാന്റെ നമുക്ക് എന്തൊക്കെ നാമങ്ങൾ അറിയാമോ ആ നാമങ്ങളൊക്കെ ജപിക്കുക. ഭഗവാന് നാരങ്ങാമാല സമർപ്പിക്കുന്നത് വളരെ വിശേഷമാണ്. വേൽ സമർപ്പിക്കുന്നത് വളരെ വിശേഷമാണ്. ചുവന്ന പൂക്കൾ കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നത് വളരെ വിശേഷമാണ്. ഭഗവാന് മഞ്ഞപ്പട്ട് സമർപ്പിക്കുന്നത് വളരെ വിശേഷമാണ്. നമ്മുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ എന്തൊക്കെ വഴിപാടുകളാണോ ഉള്ളത് നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചിട്ട് അതൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ പഴനി പഴനി എന്ന് നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ ഉത്തമമാണെന്നാണ് പറയുന്നത്. അതായത് ശ്രീ ദണ്ഡായുധപാണി സ്വാമി കുടികൊണ്ട് അരുളി ചെയ്യുന്ന പഴനിമലയെ തിരുപ്പതി മലയ്ക്ക് തുല്യമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ പഴനി പഴനി എന്ന് ജപിക്കുന്നവർക്കും ആ തിരുനാമങ്ങൾ ജപിക്കുന്നവരെ ദർശിക്കുന്നവർക്കും ഇഹപര സുഖങ്ങൾ സിദ്ധിക്കുന്നതാണെന്നാണ് മഹാഭക്തനായ ശ്രീ അരുണഗിരിനാഥ സ്വാമി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ എന്തു ചെയ്യണം? പഴനി പഴനി എന്ന് ജപിച്ചുകൊണ്ടേയിരിക്കണം. പ്രത്യേകിച്ച് മുൻജന്മ ദോഷങ്ങളുള്ളവർ, കഠിനമായ ദോഷങ്ങൾ അനുഭവിക്കുന്നവർ, ജാതക ദോഷങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർ, ജനിച്ചപ്പോൾ മുതൽ ദുരിതം അനുഭവിക്കുന്ന ആളുകൾ, ഇന്നും കണ്ണുനീര് മാത്രം കൈമുതലായിരിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള മനുഷ്യരുണ്ട്. അവരൊക്കെ നിർബന്ധമായും വേലായുധ സ്വാമിയെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ഷഷ്ടിവ്രതം എടുക്കണം. ഭഗവാന് ഇഷ്ടമുള്ള ഇതുപോലുള്ള ദിവസങ്ങൾ, പ്രത്യേകതയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ഭഗവാനെ കാണണം, പ്രാർത്ഥിക്കണം. കാരണം ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ മാറുന്നതിന് വേലായുധ സ്വാമിക്ക് പ്രത്യേകമായ മാറ്റിത്തരുന്നതിന് പ്രത്യേകമായ കഴിവുണ്ട്. കാരണം ഭഗവാൻ മഹാജ്യോതിഷിയാണ്. അതുപോലെ ഭഗവാൻ അഭിഷേകപ്രിയനാണ്. നമുക്ക് സാധിക്കുന്ന ദ്രവ്യങ്ങൾ കൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്യാം. ഭസ്മം കൊണ്ട് അഭിഷേകം ചെയ്യാം, ചന്ദനം കൊണ്ട് അഭിഷേകം ചെയ്യാം, പനിനീര് കൊണ്ട് അഭിഷേകം ചെയ്യാം, പഞ്ചാമൃതം കൊണ്ട് അഭിഷേകം ചെയ്യാം. നമുക്ക് എന്താണോ സാധിക്കുന്നത് അതുകൊണ്ടൊക്കെ അഭിഷേകം ചെയ്യുന്നതും വളരെ വളരെ വിശേഷമാണ്. അതുപോലെ തമിഴ് ജനത വളരെ ശക്തമായ വ്രതമാണ് ഈ ദിവസങ്ങളൊക്കെ എടുക്കുന്നത്. അവർ ഭക്ഷണം കഴിക്കാതെ ഇരിക്കും. തീരെ ക്ഷീണം വരുമ്പോൾ ഒരു കുരുമുളക് വായിലിടും. അത്രമാത്രം ചെയ്തിട്ടാണ് അവർ വ്രതം എടുക്കുന്നത്. അത്ര ശക്തമായ വ്രതമാണ് പല തമിഴ് ജനതയും എടുക്കുന്നത്. എനിക്ക് പേഴ്സണലി അറിയാം. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു തമിഴ്നാട്ടിൽ. അവരൊക്കെ അതേ രീതിയിലാണ് വ്രതം എടുക്കുന്നത്. അതിൻ്റേതായ ഗുണങ്ങൾ അവർക്കുണ്ട് താനും. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. ശ്രീ അറുമുഖദേവൻ്റെ 6ാമത്തെ തിരുസന്നിധാനമായ പഴമുതിർ ചോലയെന്നറിയപ്പെടുന്ന അഴകർ കോയിൽ എന്ന സ്ഥലം മധുര ജില്ലയിൽ മധുരയിൽ നിന്ന് ഉദ്ദേശം 12 മൈൽ വടക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. ഉദ്ദേശം 6000 അടി ഉയരത്തിലും 10 മൈൽ നീളത്തിലും സ്ഥിതി ചെയ്യുന്ന ഈ മല ചോലവനങ്ങളാൽ ചുറ്റപ്പെട്ട് അതീവ രമണീയമായി ശോഭിക്കുന്നു. ഈ മലയുടെ അടിവാരത്തിൽ ദക്ഷിണ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിൽ മഹാവിഷ്ണു ശംഖ്, ചക്രം, ഗദ, വില്ല്, ഖഡ്ഗം എന്നിങ്ങനെയുള്ള ആയുധങ്ങളോടെ ശ്രീദേവി, ഭൂമിദേവി എന്നിവരോടൊത്ത് ദർശനം ചെയ്ത് അരുളി വരുന്നു. പഴമുതിർ ചോല എന്നതിന് പഴം ഉതിർന്നു വീണ ചോല, പഴങ്ങൾ നിറഞ്ഞു കാണപ്പെടുന്ന ചോല എന്നൊക്കെ അർത്ഥമാക്കാവുന്നതാണ്. അമ്മാവനായ മഹാവിഷ്ണുവും മരുമകനായ സ്കന്ദദേവനും ഒരുമിച്ച് വാണരുളുന്ന ഈ പുണ്യസ്ഥലം വൈഷ്ണവ ശൈവ മതങ്ങളുടെ മൈത്രീഭാവത്തെ പ്രതിനിധാനം ചെയ്യുന്നു.
ഈ മലയിൽ വസിക്കുന്ന വേടന്മാർ ശ്രീ മുരുകനെ തങ്ങളുടെ കുലദേവതയായി ആചരിച്ച് ഭക്തി പുരസരം ആരാധിക്കുന്നു. വള്ളീദേവിയെ അനുഗ്രഹിച്ചു പാണിഗ്രഹണം ചെയ്ത മുരുകനാണ് പഴമുതിർ ചോലയിൽ വാണരുളുന്നത് എന്നാണ് വിശ്വാസം. മധുരയിലേക്ക് വരികയായിരുന്ന ഭക്ത കവയത്രിയായ ഔവയാരുടെ വഴിയിൽ ഗോപാലബാലകനായി രൂപം പൂണ്ട ശ്രീ മുരുകദേവൻ ഒരു ഞാവൽ വൃക്ഷത്തിൽ കയറി ഉപവിഷ്ടനായി. യാത്ര ചെയ്തു ക്ഷീണിതയായ ഔവയാരെ വൃക്ഷത്തിൻ്റെ ചുവട്ടിലേക്ക് വിളിച്ച മുരുകദേവൻ വിശപ്പും ദാഹവും ശമിപ്പിക്കുന്നതിനായി പഴം വേണമോ എന്ന് ചോദിക്കുന്നു. ഔവേ മുത്തശ്ശി, പഴം കിട്ടിയാൽ കൊള്ളാം എന്ന് മുരുകനോട് പറയുന്നു. ഏത് പഴമാണ് വേണ്ടത്? ചൂടുള്ളത് വേണോ തണുത്തത് വേണോ എന്നായി ബാലൻ. ചൂടുള്ള പഴം തന്നെ ആയിക്കൊള്ളട്ടെ എന്ന് ചിരിച്ചുകൊണ്ട് ഔവയാർ മറുപടി പറഞ്ഞു. ബാലൻ മരക്കൊമ്പ് പിടിച്ച് ആഞ്ഞു കുലുക്കി. മഴത്തുള്ളികൾ കണക്കി ധാരാളം പഴങ്ങൾ നിലം പതിച്ചു. താഴെ വീണ പഴങ്ങളിൽ മണ്ണൊട്ടി പിടിച്ചിരിക്കുന്നത് കണ്ട് പഴങ്ങൾ പെറുക്കിയെടുത്ത ഔവയാർ അവ ഊതി ഊതി സാവകാശം ഭക്ഷിച്ചു. എന്താ മുത്തശ്ശി, പഴത്തിൻ്റെ ചൂടുകൊണ്ട് കയ്യും വായും പൊള്ളുന്നുണ്ടോ? ഇങ്ങനെ ബാലൻ ചോദിക്കുകയാണ്. ബാലൻ്റെ അപാരമായ ബുദ്ധി സാമർഥ്യത്തിൽ ഔവയാർ ലജ്ജിക്കുന്നു. ഈ മായാലീലയിൽ കൂടി മഹത്തായ ഒരു തത്വം ശ്രീ ഷൺമുഖ ഭഗവാൻ ലോകത്തെ ബോധിപ്പിച്ചിരിക്കുന്നു. ലോകത്തിൽ വാഴുന്ന ജീവജാലങ്ങൾ ബന്ധം എന്ന മണ്ണുകൊണ്ട് ഒട്ടിക്കപ്പെട്ടിരിക്കുന്നു. ഈ ബന്ധം വേർപെടുത്തുന്നതിന് വിദ്യകൾ അഭ്യസിച്ചതുകൊണ്ട് സാധിക്കുകയില്ല. ഭഗവാനെ അറിയുവാനുള്ള ജ്ഞാനം നേടിയെങ്കിൽ മാത്രമേ ബന്ധമെന്ന മണ്ണ് ഊതിക്കളയുവാൻ സാധിക്കുകയുള്ളൂ. ജനങ്ങൾ ജ്ഞാനം നേടിയെടുത്തവരായിരിക്കണം എന്ന തത്വം ഉപദേശിച്ച കുമാരൻ ഔവയാരുടെ മനോദുഃഖം അകറ്റുന്നതിന് ദിവ്യദർശനം അരുളി ചെയ്ത് ആ മുത്തശ്ശിയോട് വീണ്ടും വീണ്ടും ചില ചോദ്യങ്ങൾ കൂടി ചോദിച്ചു. ഈ ലോകത്തിൽ അസഹനീയമായ ദുഃഖങ്ങൾ എന്തൊക്കെയാണ് മുത്തശ്ശി? അപ്പോൾ ഔവയാർ ഇങ്ങനെ പറഞ്ഞു. ശ്രീ മുരുക, ദാരിദ്ര്യ ദുഃഖം സഹിക്കാൻ വയ്യാത്തതാണ്. യൗവനകാലത്തിലുണ്ടാകുന്ന ദാരിദ്ര്യം അതിലും വലുതാണ്. അതുപോലെ തന്നെ മാറാത്ത രോഗവും. ഔവയാരുടെ മറുപടി ശ്രവിച്ചു പുഞ്ചിരി തൂകിയ മുരുകദേവൻ വീണ്ടും ചോദിച്ചു. ഔവയാരെ, ഏറ്റവും മാധുര്യമേറിയ അവസ്ഥ എന്താണ്? ഏകാന്തത. അതിലും മധുരമേറിയത് ഈശ്വര പ്രാർത്ഥന. അതിലും ഉയർന്നത് ജ്ഞാനികളുമായി സംസർഗം ചെയ്യുന്നത്. അതിലും മാധുര്യമേറിയത് സജ്ജനങ്ങളെ ദർശിക്കുന്നതും അവരെ സ്വപ്നം കാണുന്നതുമാണ്. അപ്പോൾ കുമാരദേവൻ വീണ്ടും ചോദിച്ചു. ഔവയാരെ, ഏതാണ് വലിയത്? അപ്പോൾ ഔവയാർ ഇങ്ങനെ പറഞ്ഞു. മുരുക, ലോകം വലുതാണ്. ആ ലോകം ബ്രഹ്മദേവന്റെ സൃഷ്ടിയാണ്. ആ ബ്രഹ്മദേവനോ മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ ജനിച്ചവനാണ്. മഹാവിഷ്ണുവോ സമുദ്രത്തിൽ ശയിച്ചിരിക്കുന്നവനാണ്. സമുദ്രമോ അഗസ്ത്യ മഹർഷിയുടെ ഉദരത്തിൽ അടങ്ങിയതാണ്. അഗസ്ത്യ മഹർഷിയോ മൺകുംഭത്തിൽ ജനിച്ചവനാണ്. ആ കുംഭമോ ലോകത്തിലെ തരിമണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. ലോകമോ അനന്തൻ തൻ്റെ ശിരസ്സുകൊണ്ട് ചുമക്കുന്നതാണ്. അനന്തനോ ഉമാദേവിയുടെ ചെറുവിരലിലെ മോതിരമാണ്. ഉമാദേവിയോ മഹാദേവന്റെ ഇടതുഭാഗത്ത് ഒതുങ്ങുന്നവളാണ്. മഹാദേവനോ ഭക്തന്മാരുടെ ഹൃദയങ്ങളിൽ വാഴുന്നവനാണ്. അതുകൊണ്ട് ഏറ്റവും വലുത് ഭക്തന്റെ ഹൃദയമാണ്. സന്തുഷ്ടനായ മുരുകദേവൻ വീണ്ടും ചോദിക്കുന്നു. ദുർലഭമായത് എന്താണ്? ദുർലഭമായത് മനുഷ്യജന്മമാണ്. സർവ അംഗങ്ങളോടും കൂടി ജനിക്കുന്നതിലും ദുർലഭമായത് ജ്ഞാനിയായി ഭവിക്കുക എന്നതാണ്. ജ്ഞാനിയായി ഭവിക്കുന്നതിലും ദുർലഭം
ദാനശീലമാണ്. ദാനശീലവും വിശാല ഹൃദയവും ഈശ്വര സാന്നിധ്യം നേടുക എന്നുള്ളതും വളരെ വലുതാണ്. ഇങ്ങനെ മഹത്തായ തത്വങ്ങൾ ഔവ്വയാർ മുഖാന്തരം ലോകത്തെ ബോധ്യമാക്കുകയായിരുന്നു മുരുകദേവൻ. ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ഭഗവാനെ ധ്യാനിച്ച് ഇന്ദ്രിയങ്ങളെ വെല്ലുന്നവന് പരമമായ പദത്തെ പ്രാപിച്ച് സായുജ്യമടയുവാൻ സാധിക്കും. ഹരേ കൃഷ്ണ. ഇത് തന്നെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണനും ഗീതയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഭഗവാനെ അറിഞ്ഞാൽ മാത്രമേ ശരിയായ ജ്ഞാനം നമുക്ക് ലഭിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ ബന്ധം സ്വജനം എന്ന നമ്മുടെ ആ ഒരു ബന്ധത്തെ നമുക്ക് മുറിച്ചു മാറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഈ ലോകത്തിലെ കെട്ടുപാടുകൾക്കിടയിൽ കൂടി നമ്മൾ കിടന്ന് വളരെയധികം ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് എന്നും സങ്കടങ്ങളിൽ മാത്രമായി നമ്മൾ ജീവിക്കും. ഇവിടെ തന്നെ എന്താണ് ഭഗവാൻ പറയുന്നത്? ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ഭഗവാനെ ധ്യാനിച്ച് ഇന്ദ്രിയങ്ങളെ വെല്ലണം. വിശപ്പും ദാഹവും ഒക്കെ നമ്മൾ സഹിക്കാനായി ശീലിക്കുക. ഇഷ്ടമുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കാനായി നമ്മൾ ശീലിക്കുക. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ വ്രതങ്ങളൊക്കെ എടുക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ഏകാദശി വ്രതം എടുക്കാനായിട്ട് നിശ്ചയിച്ചിരിക്കുന്ന അന്നേ ദിവസമായിരിക്കാം നമ്മുടെ തൊട്ടടുത്തുള്ള വീട്ടിലെ ആളുടെ കല്യാണം. നല്ല ബിരിയാണി അല്ലെങ്കിൽ നല്ല സദ്യ വ്രതമെടുക്കാൻ നിശ്ചയിച്ചു. എന്തു ചെയ്യാൻ പറ്റും? ബിരിയാണിയുടെ മണം വരുമ്പോൾ ശരി, ഏകാദശി വേണ്ട. ഈ മണമൊക്കെ കേട്ടുകൊണ്ട് എങ്ങനെ പട്ടിണിയിരിക്കും? എങ്ങനെ പാലും പഴങ്ങളും ഒക്കെ കഴിച്ച് കപ്പ പുഴുങ്ങിയതും ഒക്കെ കഴിച്ചിരിക്കും? അപ്പം ഇത്തവണ എന്തായാലും വേണ്ടാന്ന് വെക്കാം. അവിടെ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുന്നതിനായി നമ്മൾ ശീലിച്ചോ? ഇല്ല. അങ്ങനെ ഇന്ദ്രിയങ്ങളെ വെല്ലുന്നവന് മാത്രമേ എന്തു ചെയ്യാൻ പറ്റുകയുള്ളൂ? സായുജ്യ പദത്തെ പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. എന്തിനാണ് ഇന്ദ്രിയങ്ങളെ വെല്ലാനായി പറഞ്ഞിരിക്കുന്നത്? നാളെ ചിലപ്പോൾ നമുക്ക് വലിയ ദുഃഖങ്ങൾ ഉണ്ടാകാം, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, പ്രയാസങ്ങൾ ഉണ്ടാകാം. ഈ മനുഷ്യലോകത്തിൽ ജീവിക്കുന്ന നമ്മളെല്ലാവരും അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോയേ മതിയാകൂ. ആ സമയത്ത് ആ പ്രയാസങ്ങളിലൂടെ കടന്നു പോകാതെ ജീവിതം നശിച്ചു എന്ന് കരുതി ജീവിതം നശിപ്പിക്കാൻ പോകരുത്. അങ്ങനെ പോകുന്നവൻ എന്താണ്? ഈ ദുഃഖങ്ങളെയൊന്നും സഹിക്കാൻ കഴിയാത്തവനാണ് അങ്ങനെയുള്ള ചിന്തകളിൽ കൂടി കടന്നു പോകുന്നത്. മറ്റുള്ളവരെ, തനിക്ക് ദുഃഖമുണ്ടാക്കുന്നവരെ കൊന്നേക്കാം, അല്ലെങ്കിൽ അവരെ ഉപദ്രവിച്ചേക്കാം. അങ്ങനെ ചിന്തിക്കുന്നവനും എങ്ങനെയുള്ളവനാണ്? ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കാൻ കഴിയാത്തവനാണ്. അപ്പോൾ നമ്മുടെ വിശപ്പും തണുപ്പും ചൂടും ദാഹവും കൊതിയും ഒക്കെ ഒന്ന് പിടിച്ചു നിർത്താൻ നമ്മളെ സഹായിക്കുന്നതാണ് വ്രതനിഷ്ഠകൾ. അങ്ങനെ വ്രതനിഷ്ഠകൾ അറിഞ്ഞ് ഭഗവാനെ അറിഞ്ഞ് ജീവിക്കുന്നവന് മാത്രമേ യഥാർത്ഥ ജ്ഞാനം ലഭിക്കുകയുള്ളൂ. അങ്ങനെ ജ്ഞാനം ലഭിച്ച ഒരുവന് മാത്രമേ എന്തു ചെയ്യാൻ പറ്റുകയുള്ളൂ? പരമമായ ആ മോക്ഷത്തിലേക്ക് എത്താനായി സാധിക്കുകയുള്ളൂ. ഭഗവാൻ മുരുകദേവൻ പറഞ്ഞു തന്നത് തന്നെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. സ്വജനങ്ങൾ എന്ന ചിന്ത വെടിയുക. നശ്വരമായത് നശ്വരമായതു തന്നെയാണ്. ശരീരം നശിക്കുന്നതാണ്, ആത്മാവിന് നാശമില്ല. ആത്മാവ് ഒരു ശരീരത്തിൽ നിന്നും മറ്റൊരു ശരീരത്തിലേക്ക് മാറുക തന്നെ ചെയ്യും. ശരീരം ഇന്നല്ലെങ്കിൽ നാളെ നശിക്കുക തന്നെ ചെയ്യും. നമ്മൾ ഭഗവത്ഗീതയായാലും ശിവപുരാണമായാലും സ്കന്ദപുരാണമായാലും ഒക്കെ വളരെ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി പഠിച്ചു വരുമ്പോൾ ഇവരെല്ലാവരും പറയുന്നത് ഒന്നു തന്നെയാണ്. എല്ലാ പുസ്തകങ്ങളിലുമുള്ളത് ഒന്നു തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ആ തിരിച്ചറിവാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. ഇന്നത്തെ ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. എല്ലാവരും വ്രതമെടുത്ത് പ്രാർത്ഥിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.